വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്ററിൽ 1000 ഡയാലിസിസുകൾ പൂർത്തിയായതിന്റെ ഭാഗമായി 1000 വർണ്ണങ്ങൾ എന്ന പേരിൽ കേരളത്തിലെ ആദ്യ ഡയാലിസിസ് ക്ലബ്ബ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. നൂറുകണക്കിന് കിഡ്നി രോഗികൾക്ക് ആശ്വാസമായി പ്രവർത്തിക്കുന്ന സെന്റർ ആരംഭിച്ച് 6 മാസം പിന്നിടുമ്പോഴാണ് ഈ നേട്ടം കൈവരിച്ചത്. വാഴക്കുളം ഡയാലിസിസ് ക്ലബ്ബ് ചെയർമാൻ സിജു സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ സെയിന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്ന സംഗമം കേരള സർക്കാർ ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിൽ ഏതാണ്ട് 2 ലക്ഷത്തോളം ഡയാലിസിസ് ആവശ്യമുള്ള രോഗികൾ ഈ കേരളത്തിലുള്ളപ്പോൾ അതിൻ്റെ ഏതാണ്ട് 80% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലാണ്. നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയവയെല്ലാം ഈ ഒരു ഡയാലിസിസിലേക്ക് കൊണ്ടെത്തിക്കുന്ന രോഗാവസ്ഥയിലേക്ക് ആളുകളെ തള്ളിവിടുന്ന ഒരു കാലഘട്ടമാണ്. തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിൽ ഡയാലിസിസ് നടക്കുന്നുണ്ട്. എവിടെയൊക്കെ പരിമിതമായ ആളുകളെ മാത്രമേ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുന്നുള്ളൂ. അവിടെ ഒരു നെഫ്രോളജിസ്റ്റിന്റെ അഭാവം ഇപ്പോഴും കഴിഞ്ഞ 5 വർഷമായിട്ട് കഴിഞ്ഞ സർക്കാരിനോട് മാറി ആവശ്യപ്പെട്ടിട്ട് ഒരു നെഫ്രോളജിസ്റ്റ് ഇതുവരെ അവിടെ നിയമിക്കാൻ സാധിച്ചു. സംസ്ഥാനത്തെ ആദ്യ ഡയാലിസിസ് ക്ലബ്ബായ വാഴക്കുളം ഡയാലിസിസ് ക്ലബ്ബിന്റെ പ്രവർത്തന മാതൃക സംസ്ഥാനത്തെ വിവിധ സംഘടനകൾക്ക് മാതൃകയാണെന്നും സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകാൻ ഇത്തരത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങൾ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. മാത്യു കോൾനാടൻ MLA ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. സെയിന്റ് ജോർജ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, കാർമൽ മൊണാസ്ട്രി ഫാദർ ജോസ് തുറവയ്ക്കൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കുറുപ്പുമഠം, മഞ്ഞള്ളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ജെയിംസ്, കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിനി മനോജ്, മഞ്ഞള്ളൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺ കളമ്പുകാട്ട്, ഡോക്ടർ മാത്യൂസ് നമ്പേലി, ഡോക്ടർ സോണി ജെയിംസ്, സാജു ടി ജോസ്, ജോസ് അഗസ്റ്റിൻ, തോമസ് വർഗീസ്, ജിജി മാത്യു തുടങ്ങി ഒട്ടേറെ പേർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.